പ്രചരണത്തിലേക്ക് സ്നേഹവന്ദനം. സാധകരുടെ സഞ്ചാരങ്ങൾ പുതിയ നിയമത്തിൽ ആരംഭിക്കുന്നത് അവരിൽ നിന്നാണ്. ഒരു നക്ഷത്രത്തെ പിഞ്ചെന്ന് ദീർഘയാത്രയ്ക്ക് തയ്യാറായ ആ 3 പേരിൽ നിന്ന് ജ്ഞാനികൾ എന്ന ശീർഷകത്തിലാണ് സുവിശേഷം അവർ വിശേഷിപ്പിക്കുന്നത്. വെളിച്ചത്തിന് വേണ്ടിയുള്ള യാത്രകളിൽ ഏർപ്പെടുന്ന ആർക്കും നന്നായി വഴങ്ങുന്ന വിശേഷണമാണ് ജ്ഞാനികൾ. എത്ര ദൂരം മനുഷ്യർ സഞ്ചരിക്കുന്നുണ്ട്, അകത്തും പുറത്തുമൊക്കെ. എനിക്ക് തോന്നുന്നു പുറത്തുള്ള സഞ്ചാരങ്ങളെക്കാൾ കൂടുതൽ അകത്തുള്ള സഞ്ചാരങ്ങൾ ഏർപ്പെടുന്നവരാണ് എന്നും ഭൂമിയിൽ കൂടുതൽ എപ്പോഴും. ഒരു ചെറിയ ഉദാഹരണത്തിനായിട്ട്, ഒരു വീടിനകത്ത് അമ്മ എത്ര കുറച്ചാണ് സഞ്ചരിക്കുന്നത്? പരമാവധി പള്ളി വരെ, 1-2 കാതങ്ങൾ ഈ ചന്ത വരെ തീർന്നു അവരുടെ യാത്ര. എന്നിട്ടും അവരുടെ മക്കൾ യാത്ര ചെയ്തതിനേക്കാൾ എത്രയോ കൂടുതൽ അവരവരുടെ അകത്തുകൂടി, അകത്തളങ്ങളിലൂടെ, ആത്മാവിന്റെ അകത്തളങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാത്തിനെ കുറിച്ചും വളരെ പെട്ടെന്ന് അവർക്ക് പ്രകാശമുണ്ടാവുന്നത്. എന്നും പതിവ് പോലെ വീട്ടിൽ വന്ന് ജോലിക്ക് പോകുന്നതിനിടയിൽ യാത്ര പറഞ്ഞു പോകുന്ന മകൻ അമ്മയെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഒന്നുകൂടി അമ്മയെ നോക്കി. ആ നോട്ടത്തിനകത്ത് ബാക്കി ആർക്കും യാതൊരു അസാധാരണത്വം അനുഭവപ്പെട്ടില്ല. വളരെ സ്വാഭാവികമായിട്ട് ഒന്നായിട്ട് അനുഭവപ്പെട്ടു. പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് തോന്നി ആ നോട്ടത്തിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അമ്മ മറ്റു മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് പോയി നോക്കിക്കേ. അവന്റെ വീട്ടില് ചെല്ലുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ നോട്ടത്തിനകത്ത് പോലും ഈ മകന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഈ സാധുശ്രീയെ പ്രേരിപ്പിച്ചത് എന്താണ്? അവരുടെ സഞ്ചാരം കൊണ്ടാണ്. അകത്തും പുറത്തും കുറെ കൂടി സഞ്ചാരങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഏതൊരു യാത്രയും നമുക്ക് തീർത്ഥയാത്രയാക്കാവുന്നേ ഉള്ളൂ. ഒരു നക്ഷത്രത്തെ പിഞ്ചെല്ലാനായിട്ട് മനസ്സുണ്ടായാൽ മാത്രം മതി. ആ നക്ഷത്രം എന്തോ ആവട്ടെ, ഒരു സ്നേഹമായിരിക്കാം, ഒരു ആദർശമായിരിക്കാം, ഒരു മൂല്യബോധമായിരിക്കാം. ഒരു നക്ഷത്രത്തെ വെളിച്ചത്തിൽ നടത്തുന്ന എല്ലാ യാത്രകളെയും വിശേഷിപ്പിക്കാവുന്ന വാക്കാണ് തീർത്ഥയാത്ര. എല്ലാവരും അങ്ങനെ ഏതെങ്കിലുമൊക്കെ തീർത്ഥയാത്രയിൽ ഏർപ്പെടുന്നുണ്ട്. ഒരു നല്ലൊരു പ്രണയകവിത വായിച്ച് ഓർമ്മിക്കുന്നു, നിന്നെ കണ്ടതല്ല, നിന്നെ കാണാനായിട്ട് ഞാൻ നടത്തിയ യാത്രകളായിരുന്നു ശരിക്കുമുള്ള ജീവിതം. വെർണർ എന്നൊരു വളരെ അറിയപ്പെടുന്ന ഫിലിമിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. വെർണറുടെ ഒരു അനുഭവം അടുത്ത കാലത്തൊരു മാസികയിൽ വായിച്ചു. ടോട്ടോ എന്ന് പറയുന്ന ഒരു സ്നേഹിത മരണാസന്നയാ, മരിക്കും നല്ല ഉറപ്പാ. അപ്പൊ അവരൊരു പൊതു സുഹൃത്ത് വെർണറോട് അത് വിളിച്ചു പറയുന്നു. അപ്പൊ അവളെ കാണാനായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനായി ഈ മനുഷ്യൻ ഡയൽ ചെയ്ത് തുടങ്ങിയതാണ്. പെട്ടെന്ന് ഓർത്തു, വേണ്ട, ടോട്ടോയെ ഞാൻ നടന്നുപോയി കാണാൻ തീരുമാനിക്കുക. അങ്ങനെ മ്യൂണിക്കിൽ നിന്ന് പാരീസിലേക്ക് 900ഓളം മൈല് മഞ്ഞ് വീഴുന്ന വഴികളിലൂടെ ഇയാൾ കാൽനടയായിട്ട് യാത്ര ചെയ്യുകയാണ്. ഓരോ കാൽച്ചുവട് വെക്കുമ്പോഴും അയാൾ ടോട്ടോയ്ക്ക് വേണ്ടി നല്ലത് ആശംസിക്കുക, നല്ലത് വരണമേ അവർക്ക്. ഒടുവിൽ അയാൾ എത്തുമ്പോൾ ടോട്ടോ ആരോഗ്യവതിയായി നിൽപ്പുണ്ട്. 80 വയസ്സുണ്ടായിരുന്നു അന്നവർക്ക്. അവർ പിന്നെയും 8 വർഷക്കാലം കൂടി ജീവിച്ചിട്ടുണ്ട്. ആ സ്ത്രീ എപ്പോഴും വെർണറോട് പറയുമായിരുന്നു, എന്റെ ജീവിതം നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ നടന്നു തിരികെ പിടിച്ച എന്റെ ജീവിതമാണിത്. ഇപ്പോ മനുഷ്യർക്ക് ഏതൊരു യാത്രയും മനോഹരമാക്കാൻ പറ്റും, തീർത്ഥയാത്രയാക്കാൻ പറ്റും. ചിലപ്പോൾ എന്തുമാത്രം തൊഴിലിന് വേണ്ടിയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. എറണാകുളത്തുള്ളൊരു വീട്ടമ്മയോ ചെറുപ്പക്കാരനെ എടുക്കുക. രാവിലെ പോകുന്ന ഇന്റർസിറ്റിക്ക് വേണ്ടി ഒരു 4 മണിക്ക് 4:30ക്കൊക്കെ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് കാത്തിരുന്ന് ചെല്ലുന്നു. അന്തിയില് ഇതിന് തന്നെ ആവർത്തനം സംഭവിക്കുന്നു. എന്നും വൈകി എത്തുന്ന ട്രെയിനിൽ ഒരു 10-11 11 മണിയാകുമ്പോൾ നഗരത്തിലെത്തുന്നു. ഓർക്കുമ്പോൾ എന്തൊരു ടീഡിയസ് ആയി യാത്ര. പക്ഷെ ഒരിത്തിരി ആ സ്നേഹപൂർവ്വം, ഒരിത്തിരി ഗുരുപ്രസാദത്തില് സാന്നിധ്യത്തിലൊക്കെ ഈ യാത്രയൊന്ന് അവർ നടത്തി നോക്കട്ടെ. ആ ദീർഘമായ, ആ വിരസമായ ഒരു തീവണ്ടി യാത്ര പോലും തീർത്ഥയാത്രയാവുന്ന കാണുന്നില്ലേ? ഇപ്പൊ ഒരു ഗുരുപ്രസാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യാത്രയെ തീർത്ഥയാത്രയാക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ യാത്രയാണ്. അത് ഒരു സാധാരണ യാത്രയായിരുന്നു. പക്ഷെ ആ യാത്രയിൽ എവിടെയോ വെച്ചിട്ട് ഒരു ഗുരു അവരുടെ ഇടയിലേക്ക് പ്രവേശിക്കുക. പിന്നെ അവരുമായിട്ട് ഇവർ സംവദിക്കുക. അയാളുടെ സാന്നിധ്യത്തിൽ നിഴലിലും തണലിലുമാണ് ഇവർ പിന്നെ യാത്ര ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണ് ആ 2 പേരുടെ യാത്ര 3-ാമതൊരാളുടെ സാന്നിധ്യത്തോടുകൂടി പ്രസാദം നിറഞ്ഞ തീർത്ഥയാത്രയായിട്ട് മാറുന്നത്. യാത്രകളിൽ ഏർപ്പെടണമെന്ന് ഈ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. യാത്രകളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനാണ് ക്രിസ്തു. കാൽനടയായിട്ട് നടക്കുന്നൊരു മനുഷ്യന്റെ പേരാണ് ക്രിസ്തു എന്ന് ഓർമ്മിക്കുന്ന നല്ലതാ. ഒരുപക്ഷെ ഒരാളും ഇത്രയും കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവില്ല ക്രിസ്തു സഞ്ചരിച്ചത് കണക്ക്. അക്കാലങ്ങളിലുമൊക്കെ യാത്രാ സൗകര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഏത് നാട്ടിലുമുള്ള ആ പഴയ ശീലങ്ങളൊക്കെ ഉണ്ട്. കഴുതപ്പുറത്ത് പോകാം, കുതിരപ്പുറത്ത് പോകാം, ഒട്ടകപ്പുറത്ത് പോകാം. പക്ഷെ ക്രിസ്തു എന്നെ കുറിച്ച് പറയുന്ന അയാൾ ആകപ്പാട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു ചെറിയ ദൂരം ഈ കഴുതപ്പുറത്ത് പോയത്. ബാക്കിയുള്ള കാലം മുഴുവൻ ഇയാൾ ഇങ്ങനെ കാൽനടയായിട്ട് പോയ യാത്രയാണ്.
ഈ കാൽനടയിൽ ഏർപ്പെടുക എന്ന് പറയുന്നതിനകത്ത് തന്നെ ഭയങ്കര വലിയ ആത്മീയത ഉണ്ടെന്ന് തോന്നുന്നു. തന്റെ ശിഷ്യന്മാരുമൊക്കെ അങ്ങനെ യാത്രയിലായിരിക്കണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. തങ്ങൾക്കാവുന്ന വിധത്തില് ഏറ്റവും ചെറിയ ദൂരങ്ങൾക്കകത്ത് പോലും ഇങ്ങനെ വാഹനങ്ങളുടെ സഹായം മാത്രം തേടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാൽനടയുടെ ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ ഉണ്ട്. നമുക്കൊരു മറ്റൊരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഒന്ന് കുറെ കൂടി ഗൗരവമായിട്ട് കാണാവുന്ന. അപ്പോൾ ഏത് യാത്രയുമായിക്കോളും, നിങ്ങൾ എന്ത് വാഹനം ഉപയോഗിക്കുന്നതല്ല പ്രധാനം. നിങ്ങളുടെ ആ യാത്രയ്ക്കകത്ത് സ്നേഹമുണ്ടാവുക, പ്രസാദമുണ്ടാവുക, പ്രകാശമുണ്ടാവുക എന്നൊക്കെ അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ യാത്രകൾ ജ്ഞാനികളുടെ യാത്രയായിട്ട് മാറുന്നു. ക്രിസ്തു യാത്രയ്ക്ക് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന പോലുമുണ്ട്. ശരിക്കും സുവിശേഷം എന്ന് പറയുന്നത് പോലും ഒരു യാത്രയുടെ പുസ്തകമാണ്. 72 പേരെ ആ ഭൂമിയുടെ അതിരുകളിലേക്കൊക്കെ അയാൾ വിടുമ്പോൾ ആ യാത്രികർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വഴിയാണെന്ന് ക്രിസ്തു പറയുന്നത് പോലും എന്താണ്? ആ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാളെന്ന മട്ടിലാണ് ക്രിസ്തു തന്നെ അവതരിപ്പിക്കുന്നത് പോലും. ഒരുപക്ഷെ ഈ ജ്ഞാനികളുടെ ഒക്കെ ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ടായിരിക്കണം ചെറുപ്പത്തിൽ അയാൾ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല സംഭവങ്ങളിലൊന്ന് തന്നെ തേടിയെത്തിയ ജ്ഞാനികളുടെ കഥയായിരിക്കും. അമ്മമേരിയും ജോസഫും അത് അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ഒരു പശ്ചാത്തലത്തിലും അവരുടെ ഓരോ ഓർമ്മയിൽ നിന്നുകൊണ്ടായിരിക്കണം ക്രിസ്തു ആ കഥ പറഞ്ഞിട്ടുള്ളത്. രത്നവ്യാപാരി രത്നം തേടി പോകുന്ന കഥ. ഒത്തിരി വിശിഷ്ടമായ രത്നങ്ങളുണ്ട്. എന്നിട്ടും ആ രത്നങ്ങൾക്കകത്ത് മതിപ്പ് പറയുമ്പോൾ, ആ രത്നങ്ങളെക്കാൾ പ്രഷ്യസായ ഒരു രത്നമെന്ന് തിരിച്ചറിയുമ്പോൾ അവരതൊക്കെ വിറ്റിട്ട് വലിയ യാത്രയ്ക്ക് പോകുന്നു. ജ്ഞാനികളൊക്കെ ചെയ്യുന്ന ഇങ്ങനെയാണ്. എല്ലാം രത്നങ്ങൾ തന്നെയാണ്. എന്താണ് രത്നമല്ലാത്തത്? ഈ ഭൂതലത്തിലുള്ള നിങ്ങൾ കരിക്കട്ടെ എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും രത്നമാണ്. പക്ഷെ എന്നിട്ടും വളരെ അമൂല്യമായ രത്നമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ആ രത്നങ്ങളെ വിറ്റിട്ട്, ആ രത്നങ്ങളെ ഉപേക്ഷിച്ചിട്ട് യാത്രയ്ക്ക് പുറപ്പെടുന്ന ആളുടെ പേരാണ് ജ്ഞാനി. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ചാരങ്ങളെ ജ്ഞാനികളുടെ സഞ്ചാരങ്ങളാക്കി മാറ്റാനുള്ള ഒരു ക്ഷണമായിരിക്കണം ഒരുപക്ഷെ ഈ ആദ്യ സാധകരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്. യാത്രകളെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഈ ആത്മീയ യാത്രകളെ വല്ലാതെ ഭയക്കുന്നുണ്ട്. അവര് ആ പാവങ്ങളോട് കൂടുതൽ സഹാനുഭൂതി കാട്ടുന്നു. ഒരു കുഞ്ഞുദാഹരണത്തിനായിട്ട് ഒരു അമ്മ വന്നിട്ട് പറയുകയാണ്, ഇവന് കൊടുത്തുവിടുന്ന ചോറ് ഇവൻ കഴിക്കുന്നില്ല, ഇവനത് വഴി കാണുന്ന ആർക്കും കൊടുക്കുന്നു, ഞാൻ ഈ കുട്ടിയെ കൊണ്ട് തോറ്റു, ഇവൻ എങ്ങനെ ജീവിക്കും? നമ്മൾ ഈ അമ്മയോട് എന്ത് പറയണം? ഏതാണ് ശരി? അമ്മയുടെ വഴിയാണോ കുഞ്ഞിന്റെ വഴിയാണോ ശരി? ഈ കുഞ്ഞെങ്ങനെ ജീവിക്കുമെന്നാണ് അമ്മ ചോദിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന കുട്ടി വേണോ അത് ഇങ്ങനെ ജീവിക്കാത്ത കുട്ടി വേണോ എന്നുള്ളതല്ല ആദ്യം നിങ്ങൾ നിശ്ചയിക്കേണ്ടത്. അപ്പൊ എല്ലായിടത്തും ഈ തടസ്സപ്പെടുത്തലെന്ന് പറയുന്ന ഈശ്വരയുടെ വാക്കിനകത്ത് യാത്രയെ തടസ്സപ്പെടുത്തുന്ന കൂടി അർത്ഥമുണ്ട്. നമുക്ക് വളരെയേറെ അറിയാവുന്ന ഒരു സ്ത്രീ, ഒരു 10-13 വയസ്സായി കഴിഞ്ഞപ്പോൾ അവൾക്ക് വനത്തോടും അത് കാടിനോടും പരിസ്ഥിതിയോടും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. മീന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഒരു 10-13 വയസ്സായ മീനെ അവൾ അച്ഛൻ തടഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞു, നിനക്ക് നിന്റെ ആ വഴി തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു 10-13 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് അത്തരം ഒരു വിലക്കില്ലാതെ ജീവിക്കാനായിട്ട് അനുവാദം കിട്ടിയപ്പോൾ അവരവരുടെ ജീവിതത്തെ എന്തുമാത്രം പ്രകാശഭരിതമാക്കിയെന്ന് ഒന്ന് ഓർമ്മിക്കുക. അപ്പൊ ഏതൊരു ജീവിതത്തെ പ്രകാശമാക്കിയ മനുഷ്യന്റെ പിന്നിലും അവരെ യാത്രയെ തടസ്സപ്പെടുത്താതെ യാത്രാമംഗളങ്ങൾ നേർന്നു നിൽക്കുന്ന ആരൊക്കെയുണ്ട്? ഒരു പഴയ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജ്ഞാനികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ 3 ജ്ഞാനികൾ യാത്ര തുടരുമ്പോഴേക്കും അവരെ യാത്രയക്കാനായിട്ട് വന്നിരിക്കുന്ന വലിയൊരു ആൾക്കൂട്ടം അവർ ഉറ്റവരെ തന്നെ ആയിരിക്കും. അവരുടെ കണ്ണുകളിലൊക്കെ നനവുണ്ട്. അപ്പൊ എന്ത് ഭാരമുള്ളിലേറിയിട്ടും ചില യാത്രയ്ക്ക് ഉറ്റവരെ വിടുന്നത് എന്ന് പറയുന്നത് വലിയ സുഹൃതമാണ്. പലപ്പോഴും നമ്മളതിന് തയ്യാറല്ല. ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ആ ശങ്കരാചാര്യരുടെ കഥയൊക്കെ. കുട്ടി സന്യാസത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുക, അമ്മ സമ്മതിക്കുന്നില്ല. 8 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്. എന്നിട്ട് കുഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതല വന്ന് പിടിക്കുന്നു. എന്നിട്ട് കുഞ്ഞ് വിളിച്ചു പറയുന്നു, അമ്മ മുതലക്ക് എന്നെ കൊടുക്കണമോ സന്യാസം എന്നെ കൊടുക്കണമോ? ഇപ്പോഴത്തെ കാലത്തിലാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, നമ്മൾ വിചാരിക്കാം മുതല പിടിച്ചാലും കുഴപ്പമില്ല, മുതല കൊണ്ടുപോയാലും കുഴപ്പമില്ല, കുഞ്ഞിനെ ഏതായാലും ഈ വഴിക്ക് വിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കുഞ്ഞുങ്ങളുടെ ആ യാത്രയെ തടസ്സപ്പെടുത്താതിരിക്കുക, മുതിർന്നവരുടെ ആന്തരിക അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക, അവരിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഉറ്റവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃതം. ഈ യാത്രയിൽ നമ്മൾ വായിക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? അത് തീർച്ചയായിട്ടും ഈ യാത്രയുടെ ആ മികവിനെയും ഗുണത്തെയും ഒക്കെ നിശ്ചയിക്കുന്ന ഘടകമാണ്. കുറഞ്ഞ ഒരു 3 പുസ്തകങ്ങളെങ്കിലും യാത്രയിൽ നിങ്ങൾ വായിച്ചു തീർക്കണം. ഒന്ന് നിശ്ചയമായിട്ടും പ്രകൃതിയാണ്. അത് നമുക്ക് ജ്ഞാനികളോട് തന്നെ ചോദിക്കുക. അവർ വായിച്ച ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്ന ആകാശഗംഗ നക്ഷത്രം. അതിന്റെ അർത്ഥം ഈ ചുറ്റിനുമുള്ള പരിസരത്തെയും പ്രകൃതിയും ഒക്കെ അവർ വളരെ ഗൗരവമായിട്ട് എടുത്തു. എല്ലാ കാലങ്ങളിലും ആ പ്രകൃതിയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിന്റെ ചില ഹിതങ്ങളുണ്ട്. പൂക്കളെ കാണുമ്പോൾ ഈ പൂക്കളിലൊക്കെ അവന്റെ ചോര വീണ് കിടക്കുന്നത് നമ്മുടെ കാലത്ത് ഒരു കവി എഴുതുമ്പോൾ പോലും ആ പ്രകൃതിക്കകത്ത് വീഴുന്ന അവന്റെ ചില അടയാളങ്ങളെ കുറിച്ചുള്ള സൂചനകൾ കിടപ്പുണ്ട്. പ്രകൃതിയെ വായിക്കുക എന്നുള്ള ജ്ഞാനികൾ ആ നക്ഷത്രങ്ങളെ വായിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് അസാധാരണമായൊരു നക്ഷത്രമാണ്. ചുറ്റിനുമുള്ള
കാര്യങ്ങളൊക്കെ വളരെ സാധാരണമായിട്ട് നമ്മൾ കരുതുന്നു. അത്ര സാധാരണമായ കാര്യങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനകത്തും ഓരോ അസാധാരണത്വമുണ്ട്. ഈ ചെറുജീവജാലങ്ങൾ പോലും ജീവിക്കുന്നത് എന്തുമാത്രം അസാധാരണത്വമുണ്ട്. മനുഷ്യന് കണക്കല്ല ഇവരൊക്കെ ജീവിക്കുക. ഒരാൾ നിരീക്ഷിക്കുന്ന കണക്ക് ഈ ഭൂതലത്തില് ഏതൊരു ജീവജാലത്തിനും ഒരു മുറിവേറ്റ് കഴിഞ്ഞെന്നാല്, ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞെന്നാല് അതിനകത്തുനിന്ന് പുറത്ത് കടക്കാനുള്ള മാർഗം അത് കണ്ടെത്തും. ഒരു മുറിവുണ്ടായി കഴിഞ്ഞെന്നാല് മരിക്കുമ്പോഴും ആ മുറിവിനെ ഉണങ്ങാതെ സൂക്ഷിക്കുന്ന മനുഷ്യൻ മാത്രം. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ഈ മുറിവുകൾ ഉണക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തുമാത്രം ആ പാഠങ്ങളുടെ വലിയ പുസ്തകമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ യാത്രയിൽ ഈ പ്രകൃതിയെ വായിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാ. 1-2 പ്രാവശ്യം ഒരു പിക്നിക് സംഘവുമായിട്ട് പോയൊരു ഓർമ്മയുണ്ട്. ഊട്ടിയാണ് അവരുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഈ പറയുന്ന വലിയ പഴയ കാലമാണെന്ന് ഓർമ്മിക്കുക, വീഡിയോ കോച്ച് വണ്ടിക്കകത്ത് കയറുന്നത്, അതൊക്കെ വളരെ അസാധാരണമായ സംഭവമാണ് ഈ വീഡിയോ കോച്ച് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ആ ഊട്ടിയിലേക്ക് പോകുന്നു. അവിടെ ഊട്ടിയിൽ എത്തുന്നവരെ 3 സിനിമ കാണുക, പിന്നെ തിരിച്ചു വരുമ്പോൾ 3 സിനിമ കാണുക, എത്താനായിട്ട് നടുക്കൊരു ഊട്ടിയും മാത്രം. ഒന്നും നമ്മൾ കാണുന്ന പോലും ഇല്ല. എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കാണാതെയും കേൾക്കാതെയും ഒക്കെ നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രമാക്കാതെയൊക്കെ നമ്മൾ പോകുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരിസരങ്ങളെയൊക്കെ നോക്കി പോകുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, സ്നേഹപൂർവ്വം പ്രകൃതിയെ നോക്കിക്കൊണ്ട് പോവുക. ബസ്സിനകത്തോ ട്രെയിനകത്തോ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്കൻഡ് തൊട്ട് കണ്ണുപൂട്ടിയിരുന്ന് ഇറങ്ങി ഡെസ്റ്റിനിൽ എത്തുമ്പോൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് നിശ്ചയമായിട്ടും ഇത്തരം യാത്രകൾക്കകത്ത് തീർത്ഥയാത്രയുടെ സ്വഭാവമോ സവിശേഷത ഉണ്ടാവാൻ സാധ്യതയില്ല. രണ്ടാമതായിട്ട് ഈ പറയുന്ന മനുഷ്യരെ വായിച്ചെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യരിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ശബ്ദം ഉണ്ടല്ലോ, കാലാകാലങ്ങളായിട്ടുള്ള നമുക്കൊരു വിചാരം പോലുമുണ്ട്, വോക്സ് പോപ്പുലി വോക്സ് ദേ, വോയിസ് ഓഫ് മെൻ എന്ന് പറയുന്ന വാസ്തവത്തിൽ വോയിസ് ഓഫ് ഗോഡ് തന്നെ. നമ്മളത് കേൾക്കുന്നില്ല. അഥവാ നമ്മൾ കേൾക്കുന്നെങ്കിലും നമുക്ക് ചിലരെ കുറിച്ച് ചില ഈ പ്രജുഡിസുകളുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഈ മനുഷ്യര് ചെല്ലുന്ന കൊട്ടാരത്തിലാണ്. സ്വാഭാവികമായിട്ട് കൊട്ടാരം എന്ന് പറയുന്ന ഒരിടം അത്ര പ്രകാശിപ്പിക്കുന്ന ഇടമായിട്ടൊന്നും പലർക്കും അനുഭവപ്പെടുന്നില്ല. അധികാരമൊക്കെ ആയിട്ട് ഉള്ളിൽ സൂക്ഷിക്കുന്ന പ്രജുഡിസ്, അല്ലെങ്കിൽ ഇത്തരം മനുഷ്യർ മാനിപ്പുലേറ്റേഴ്സ് ആണെന്നുള്ള നമ്മുടെ ചില ധാരണകൾ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അതിൽ നിന്ന് പ്രകാശം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആരിൽ നിന്നാണ് പ്രകാശം കിട്ടാതെ പോകുന്നത്? ഓവിജനൊക്കെ എഴുതുന്ന കണക്ക് ഓരോ അന്ധൻ പോലും നിന്നെ പ്രകാശിപ്പിക്കും, ഓരോ ബദിരൻ പോലും നിന്നോട് ജീവിതത്തിന്റെ മന്ത്രങ്ങൾ പറഞ്ഞു തരും. എത്ര നന്നായിട്ടാണ് അത് ഹെർമൻ ഹെസ്സെ തന്റെ സിദ്ധാർത്ഥയിലൊക്കെ പറയുന്നത്. അയാൾ പറയുന്നുണ്ടല്ലോ, ആരാണ് എന്നെ പ്രകാശിപ്പിക്കാത്തത്? എല്ലാവരും എന്നെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് എന്നെ പ്രകാശിപ്പിച്ച ഒരു സ്ത്രീയാ. അവരത്ര ഒരു ഭേദപ്പെട്ട സ്ത്രീയായിട്ട് അവരുടെ കാലം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് എന്നെ പ്രകാശിപ്പിച്ചത് ഒരു വർത്തകനാ. അല്ല, പേര് തന്നെ കാമസ്വാമി എന്ന. അതിന്റെ അർത്ഥം എന്താണ്? ഈ ക്രമാതീതമായ മമതകളിലും ആസക്തികളിലും കുരുങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ പേരാണ് ഇയാള്. അയാൾ എന്നെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതി, മനുഷ്യർ, അത് കണക്കിന് പ്രധാനപ്പെട്ടതാണ് ഈ ഗ്രന്ഥങ്ങളും. പുണ്യഗ്രന്ഥങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്റെ ഒരു കുഞ്ഞു വിചാരം ഇത്രയേ ഉള്ളൂ, ഏത് ഗ്രന്ഥമാണ് പുണ്യഗ്രന്ഥമല്ലാത്തത്? വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ വായിച്ചു കേൾക്കുന്ന കണക്ക് ജീവന്റെ പുസ്തകം തുറക്കപ്പെട്ടു, കൂട്ടത്തില് മറ്റു ചില പുസ്തകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചില പുസ്തകങ്ങൾക്കകത്ത് എപ്പോഴും ആ ഭൂമിയിലുള്ള നല്ല പുസ്തകങ്ങളൊക്കെ തന്നെ എന്ന് ഗണിക്കുന്ന ഒരാളാണ്. അപ്പോ ഇത് 3 ഈ ജ്ഞാനികൾ വായിച്ചിട്ടുണ്ട്. പ്രകൃതിയെ വായിച്ചു, അവര് കൊട്ടാരത്തിലെ അന്തേവാസികളുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടു. പിന്നീട് അവര് ആ സഞ്ചിത വിജ്ഞാനത്തിന്റെ ആ ചൊല്ലുകൾ അഴിക്കാൻ തുടങ്ങി. ഇത് 3 ഒരാളെ യാത്രയെ തീർത്ഥയാത്രയാക്കി മാറ്റും. മനുഷ്യരെ പ്രണമിച്ചും പ്രകൃതിയെ കണ്ടും കൂടുതൽ ആഴത്തിലൊക്കെ ചിന്തിച്ചുമൊക്കെ നടത്തുന്ന ഏത് യാത്രകളെയും വിളിക്കാവുന്ന വാക്ക് തീർത്ഥയാത്ര എന്ന് തന്നെയാണ്. ഒടുവില് ഈ യാത്രയുടെ ഒടുവില് എന്നാ സംഭവിക്കും? നമ്മൾ കുറെ കൂടി വിനയമുള്ളവരായിട്ട് മാറും എന്നുള്ളതാണ് ജ്ഞാനികൾ നൽകുന്ന ഏറ്റവും നല്ല പാഠം. എന്തുമാത്രം ഒരാൾ ജ്ഞാനിയാണെന്നുള്ള അറിയുന്നത് അയാൾ പുലർത്തുന്ന വിനയത്തിൽ നിന്നാണ്. എനിക്ക് നല്ലൊരു ഉദാഹരണമുണ്ട്. ഞങ്ങളൊരു അധ്യാപകൻ, അത് 50 ഭാഷകളിലേറെ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഇപ്പോൾ പലർക്കും അത്ഭുതമാണ്. ചിലർ പറയുന്നു നുണ പറയുക. അപ്പൊ ആ മനുഷ്യനാണ് ഞങ്ങളുടെ ഒരു ആചാര്യൻ, കെ ലൂക്ക് എന്ന അദ്ദേഹത്തിന്റെ പേര്. എന്നിട്ട് ഈ ആചാര്യനായ മനുഷ്യൻ നടന്നുപോയ രീതി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരമപ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു വിദ്യാർത്ഥി അനുസ്മരിച്ചത് കണക്ക് ആ ശിരസ് എന്ന് പറയുന്ന ഒന്നില്ലാത്ത, തോളിന് മീതെ ശിരസില്ലാത്ത ജീവിക്കുന്ന ഒരാളെ കണക്ക് ഇയാൾ ജീവിച്ചു. അത്രയും വിനയത്തിൽ ജീവിച്ചു. ഇതിന് ഇവിടെ ഒരു തലയുണ്ടെന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് പോലും ഇല്ല അയാൾക്ക്. നമ്മൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെല്ലുമ്പോൾ നമ്മളൊപ്പം വളരെ ചെറിയ കുട്ടികളാ, 10-21 വയസ്സുള്ള ആ ചെറിയ മക്കളാ. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ പോകുന്നവരെ ഇങ്ങനെ എണീറ്റ് നിന്ന് നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കുന്നു. വിനയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ജ്ഞാനത്തിനൊടുവിൽ, ഏതൊരു ജ്ഞാനികളുടെയും യാത്രകളുടെ ഒടുവിൽ സംഭവിക്കുന്നത്. നമ്മൾ വായിച്ചു കേൾക്കുന്നത് ആ ജ്ഞാനികള് ഒരു ചെറിയ കുഞ്ഞിന്റെ മുമ്പിൽ വണങ്ങിയ, ഒരു ചെറിയ കുഞ്ഞിനെ പോലും വണങ്ങാനും
ആ ചെറിയ കുഞ്ഞിലെ ഈശ്വരാംശം തിരിച്ചറിയാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജ്ഞാനം? എന്തുകൊണ്ട് ഈ ജ്ഞാനികളെ കൊണ്ട് എന്ത് കാര്യം? അപ്പോൾ അവിടെ എത്താന്നുള്ളത് തന്നെയാണ് പ്രധാനം. പിന്നീട് ആ കുഞ്ഞിൽ അവര് ഈശ്വരനെയൊക്കെ ദർശിക്കുന്നുണ്ട്. യാത്രകളിലൊടുവിൽ ആ നിശ്ചയമായിട്ടും ഒരു ഈശ്വര ദർശനം എല്ലാ തീർത്ഥയാത്രകർക്കും ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇത്രയും ദീർഘമായ കഠിനമായ വഴികളിലൂടെ നഗ്നപാതരൊക്കെ ആയിട്ട് അവർ നടന്നു പോകുന്നത്. ആ ദർശനത്തോടുകൂടി അവരുടെ യാത്ര ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം മാലാഖമാർ വന്നിട്ട് ഈ ജ്ഞാനികളോട് പറഞ്ഞു, ഇനി വന്ന വഴിയെ പോകണ്ട, മറ്റൊരു വഴി കണ്ടെത്തി തിരികെ മടങ്ങിപ്പോവുക. കാരണം യാത്രയുടെ പൂർണ്ണത അതാ, ഈശ്വര ദർശനം. സൂർദാസ് പാടി നടന്നിരുന്ന ഒരു ഗായകനാണ്, അന്ധനായിരുന്നു. അദ്ദേഹം പാടിയിരുന്ന ഗീതങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാലം കുറിച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് വലിയൊരു സമാഹാരവും ശേഖരണവുമാണ്. ഒരു ദിവസം സൂർദാസിന് കാഴ്ച കിട്ടിയപ്പോൾ സൂർദാസ് കാണുന്ന ഭഗവാനെ തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ കണ്ണ് മുറുക്കെ അടച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ പിന്നെ വീണ്ടും അന്ധനാക്കുക, നിന്നെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ മറ്റൊന്നും കാണാതിരിക്കട്ടെ. മറ്റൊരു ജ്ഞാനിയുടെ പരാമർശം ഉള്ളിലേക്ക് വരുന്നുണ്ടല്ലേ. ആ ശമേണെന്ന് പറയുന്ന ജ്ഞാനി അധികം ദൂരം സഞ്ചരിച്ചിട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞ അകത്തുകൂടി സഞ്ചരിച്ച മനുഷ്യനാണ്. അയാൾ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞത്? കുഞ്ഞെ, നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇനി എന്റെ കണ്ണുകൾ അടഞ്ഞു പോയിക്കൊള്ളട്ടെ. ഇനി മരണമാണ് എനിക്ക് അഭികാമ്യം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.